മെഷർമെൻറ്റിൽ രണ്ടാമത്തെ ടോപ്പിക്കായിട്ടുള്ള കപ്പാസിറ്റൻസ് ടൈപ്പ് തിക്നെസ് മെഷർമെൻറ്റ് ടൈപ്പ് നോക്കാം. ഈ ടൈപ്പ് കോൺടാക്റ്റ് ടൈപ്പിലും വരുന്നുണ്ട്, നോൺ കോൺടാക്റ്റ് ടൈപ്പിലും വരുന്നുണ്ട്. ഇതിനകത്ത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഈ ടൈപ്പിനകത്തും ഇൻസുലേറ്റിംഗ് മെറ്റീരിയലായിരിക്കത്തില്ലേ, അങ്ങനത്തെ ടെസ്റ്റ് പീസിൻ്റെ തിക്നെസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെയും നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പൽ ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മളുടെ കപ്പാസിറ്റൻസിൻ്റെ ഫോർമുല അല്ലേ. സി ഈക്വൽ ടു എപ്സിലോൺ 0 എപ്സിലോൺ ടാർ എപ്സിലോൺ എ ബൈ ഡി അല്ലേ. ഇതിൽ വന്നിട്ട് എ എന്ന് പറയുന്നത് എന്താണ്, ഏരിയ ഓഫ് ഈച്ച് പ്ലേറ്റ്. ഡി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പ്ലേറ്റ്. ഈ എപ്സിലോൺ 0 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. എപ്സിലോൺ ടാർ എന്ന് പറയുന്നതാണ് എൻ്റെ പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത്, ഡൈഇലക്ട്രിക് കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും കപ്പാസിറ്റൻസിൽ എന്തുണ്ടാവും, രണ്ട് പാരലൽ പ്ലേറ്റ് ഉണ്ടാവണം, അതിൻ്റെ ഇടയിൽ ഡൈഇലക്ട്രിക് മെറ്റീരിയൽ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇതിനകത്ത് സി ഈക്വൽ ടു ആ എ ബൈ ഡി എന്ന് പറയുമ്പോഴത്തേക്കും ഡി ചേഞ്ചസ് ചെയ്താലും എന്താണ് കപ്പാസിറ്റൻസ് മാറുന്നുണ്ടാവും. അതിൻ്റെ ഇടയിലിരിക്കുന്ന എപ്സിലോൺ ടാറിൻ്റെ വാല്യൂ, ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ വന്നിട്ട് ചേഞ്ചസ് ചെയ്താലും നമുക്ക് കപ്പാസിറ്റൻസ് മാറും അല്ലേ. അപ്പോൾ ഇതാണ് നമ്മളുടെ എന്താണ് ടെസ്റ്റ് പീസ്. ഇപ്പോൾ ടെസ്റ്റ് പീസ് എന്തെങ്കിലും എന്താണ് ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ആയിരിക്കണം ഈ ടൈപ്പിനകത്ത്. ഈ ടെസ്റ്റ് പീസിൻ്റെ രണ്ട് ഭാഗത്തും നമുക്ക് ഒരു ഇലക്ട്രിക് പ്ലേറ്റ് വന്നിട്ട് വെച്ചിട്ട് ആ രണ്ട് പ്ലേറ്റുമാണ് എന്തായിട്ട് ആക്റ്റീവ് ആകുന്ന കപ്പാസിറ്ററിൻ്റെ പാരലൽ പ്ലേറ്റായിട്ട് ആക്റ്റീവ് ആകാൻ പോണത്. അപ്പോൾ ഈ രണ്ട് പ്ലേറ്റിൻ്റെ ഇടയിൽ വന്നിട്ട് നമ്മളുടെ ടെസ്റ്റ് പീസ് എന്താണ്, ഇതാണ് നമ്മളുടെ രണ്ട് പ്ലേറ്റ് വെച്ചിരിക്കുന്നുണ്ട്. ഈ രണ്ട് പ്ലേറ്റിൻ്റെ ഇടയിൽ ഒരു കൺവെയർ ബെൽറ്റിൽ കൂടി എന്താവും, ഇതാണ് നമ്മളുടെ കൺവെയർ ബെൽറ്റിൻ്റെ അറേഞ്ച്മെൻറ്റ്. ഇതിൽ കൂടി നമ്മളുടെ ഏത് മെറ്റലിൻ്റെ തിക്നെസ്സാണ് കണ്ടുപിടിക്കണോ ആ മെറ്റൽ വന്നിട്ട് എന്താവും, ഇതിലേ കൂടി വന്നിട്ട് മൂവ്മെൻറ്റ്സ് ആയിക്കൊണ്ടേയിരിക്കും അല്ലേ. ഇപ്പോൾ തിക്നെസ് ഒരുപോലെയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ഈ രണ്ട് പ്ലേറ്റിക്ക് ഇടയിലുള്ള ഡിസ്റ്റൻസ് വന്നിട്ട് സെയിം ആയിരിക്കും. ഇതേ വന്നിട്ട് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, എൻ്റെ ഡൈഇലക്ട്രിക് പ്രോപ്പർട്ടിയിൽ വല്ലതും ചേഞ്ചസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടും കപ്പാസിറ്റൻസ് വാല്യൂസ് വന്നിട്ട് മാറുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ തിക്നെസ് ഒരുപോലെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ഒരു ഔട്ട്പുട്ട് എടുക്കുമ്പോൾ കപ്പാസിറ്റൻസ് വാല്യൂ കണ്ടുപിടിക്കുന്നത് എന്തായിരിക്കും, എപ്പോഴും സെയിം തന്നെയായിരിക്കും വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് മൂവ്മെൻ്റ് ആകുന്ന ടെസ്റ്റ് പീസിൻ്റെ വന്നിട്ട് തിക്നെസ്, അതായത് ഡിസ്റ്റൻസ് മാറുന്നതനുസരിച്ചിട്ടോ അല്ലെങ്കിൽ ഡൈഇലക്ട്രിക് വാല്യൂസ് മാറുന്നതനുസരിച്ചിട്ടോ എന്താകും, കപ്പാസിറ്റൻസ് വാല്യൂസ് വന്നിട്ട് വേരിയേഷൻസ് ആകുകയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നമുക്ക് തിക്നെസ്സിൽ വേരിയേഷൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് തിക്നെസ് കൂട്ടുകയോ അല്ലെങ്കിൽ തിക്നെസ് കുറയ്ക്കുകയോ വന്നിട്ട് ചെയ്യുന്നതായിരിക്കും. ഇനി അടുത്ത് ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞ് നോക്കാൻ പോയെങ്കിൽ ഈ അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണെന്ന് കഴിഞ്ഞാൽ ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ ഒരു ഫോഴ്സ് മാത്രം മതി. പിന്നെ ഇത് വന്നിട്ട് കൂടുതലും സെൻസിറ്റീവാണ്, ഗുഡ് ഫ്രീക്വൻസി റെസ്പോൺസുമാണ്. ഡിസഡ്വാൻറ്റേജസ് വന്നിട്ട് നോക്കിക്കഴിഞ്ഞെങ്കിൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വന്നിട്ട് നമ്മൾ എന്താണ് ടെസ്റ്റ് പീസിൻ്റെ രണ്ട് സൈഡിലും ഇലക്ട്രോഡ്സ് വന്നിട്ട് ഫിറ്റ് ചെയ്യണം അല്ലേ. ആ ഒരു ഇൻസ്റ്റാൾ ചെയ്യുന്നതിൽ വന്നിട്ട് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകും. പിന്നെ വന്നിട്ട് ഇത് വന്നിട്ട് എന്താണ് ഇൻസുലേറ്റിംഗ് ആയിരിക്കണം, അതായത് രണ്ട് മെറ്റൽ പ്ലേറ്റും തമ്മിൽ വന്നിട്ട് ഇൻസുലേഷൻസ് ആയിട്ടുണ്ടാകണം. പിന്നെ വന്നിട്ട് ഇതിനകത്ത് വല്ല ഡസ്റ്റ് പാർട്ടിക്കിൾസോ, അതായത് ടെസ്റ്റ് പീസിൻ്റെ മേലിൽ ഡസ്റ്റ് പാർട്ടിക്കിൾസോ അങ്ങനെ എന്തെങ്കിലും വ്യത്യാസം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ചേർന്നിട്ട് നമുക്ക് എന്താണ് മെഷർമെൻറ്റ്സിൽ വരും. അപ്പോൾ അതൊരു എററായിട്ട് കൺസിഡർ ആകും. പിന്നെ ഇത് വന്നിട്ട് ഒരു ടെമ്പറേച്ചർ സെൻസിറ്റീവ് ആണ്. ടെമ്പറേച്ചർ വേരിയേഷൻസ് ആകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസുലേറ്റിംഗ് മെറ്റീരിയലും എന്തെങ്കിലും എന്താണ് തിക്നെസ് എന്താണ് റെസ്പോൺസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തിക്നെസ്സിൽ വേരിയേഷൻസ് വരും. നമുക്കപ്പോൾ കറക്റ്റ് ഒരു ഔട്ട്പുട്ട് വന്നിട്ട് കിട്ടത്തില്ല. ഇതൊരു സിമ്പിൾ ടൈപ്പാണ് കേട്ടോ.